ലോകത്തെ നടുക്കിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് 100 വർഷം. 1919 ഏപ്രിൽ 13 അമൃത്സറിൽ നടന്ന കൂട്ടക്കുരുതിയിൽ ആയിരങ്ങളാണ് മരിച്ചു വീണത്. ഒരു നൂറ്റാണ്ടിന് ശേഷം സംഭവത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും മാപ്പ് പറയണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. 100ാം വാർഷികത്തോടനുബന്ധിച്ച് അമൃത്സറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവേളയിൽ ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ നിഷ്ഠൂരമായ കൂട്ടക്കുരുതി ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്നും ഉണങ്ങാത്ത മുറിവായി അത് നിലകൊള്ളുകയാണ്. 1919 ഏപ്രിൽ 13 ലോകമനസാക്ഷി ഞെട്ടിച്ച ആ സംഭവം. പഞ്ചാബിലെ അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിന് സമീപം 6.5 ഏക്കറിൽ വരുന്ന ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ ഒത്തുചേർന്ന ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ആളുകൾ ഈ അമ്പാറ്റകളെ പോലെ വെടികൊണ്ട് വീണു. മരണപ്പാച്ചിലിൽ ചിലർ നിലത്ത് വീണു, ചവിട്ടേറ്റ് മരിച്ചു. ചിലർ മൈതാനത്തെ കിണറിലേക്ക് ചാടി. മരങ്ങളിൽ പ്രാണരക്ഷാർത്ഥം കയറിയവർ വെടിയേറ്റ് വീണു. മതിലുകളിൽ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിച്ചവർ വെടിയുണ്ടകൾ വീഴ്ത്തി. ആർത്തനാദങ്ങളും ചോരപ്പാച്ചിലുകളും ആ സായാഹ്നത്തെ ധാരാളമാക്കി. ഏകദേശം 10 മിനിറ്റ് വെടിവയ്പ് നീണ്ടു. 303 തിരകളുടെ 1650 റൗണ്ടുകൾ. വെടിയുണ്ടകൾ തീർന്നപ്പോൾ വെടിവയ്പ് നിന്നു. കവചിത വാഹനങ്ങൾക്ക് മൈതാനത്തേക്ക് കയറാനാകുമായിരുന്നുവെങ്കിൽ യന്ത്രത്തോക്കുകൾ തീതുപ്പിയനെയെന്ന് ഡയർ ഹണ്ടർ കമ്മീഷന് മുമ്പാകെ പിന്നീട് വെളിപ്പെടുത്തലുമുണ്ടായിരുന്നു. വെടിവയ്പ് കഴിഞ്ഞ ഉടനെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ച പട്ടാളക്കാരനെ പോലെ മനസാക്ഷിയില്ലാതെ പരിക്കേറ്റവരെ പരിഗണിക്കാതെ ഡയർ മാർച്ച് ചെയ്ത് തിരിച്ചുപോയി. പരിക്കേറ്റവർ തുണയില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ പിടഞ്ഞു മരിച്ചു. ചിലർ ഇഴഞ്ഞു നീങ്ങി, കവാടം താണ്ടി തെരുവിൽ മരിച്ചു വീണു. പ്രാണജലത്തിനായി കേഴുന്നവരുടെ ശബ്ദം മൈതാനത്ത് നിന്ന് ഉയരുന്നുണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് കമ്മിറ്റിക്ക് മുന്നിൽ വന്ന ചില ദൃക്സാക്ഷികൾ മൊഴി കൊടുത്തിരുന്നു. കുട്ടികൾ, ബാലന്മാർ, യുവാക്കൾ, വൃദ്ധർ, സ്ത്രീകൾ എന്നിവരുടെ ശവങ്ങൾ കൂനകളായി കിടന്നു. കിണറ്റിൽ നിന്ന് മാത്രം 120 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. നഗരം ഭയത്തിനമർന്നതിനാൽ മൈതാനത്തെ പരിക്കേറ്റ ഹതഭാഗ്യരെ സഹായിക്കാനോ മൃതശരീരം നീക്കാനോ ആരും എത്തിയില്ല. രക്ഷപ്പെട്ടവർ വിറങ്ങലിച്ചു പോയിരുന്നു. ചിലർ പട്ടാളക്കാർ വീണ്ടും വരുമെന്ന് ഭയന്ന് മരിച്ചതുപോലെ പുലർച്ചയോളം കിടന്നു. ഉറ്റവരെ കാണാത്തവർ പിന്നീട് ധൈര്യം സംഭരിച്ചിറങ്ങി. ശവകൂനങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരുടെ പെട്ടുപോയ ശരീരങ്ങൾ രാത്രി തിരഞ്ഞെടുത്തു. ഒപ്പം പോയ അച്ഛൻ, കൂടെ കൂട്ടിയ മകൻ, ഒരുമിച്ചു പോയ സുഹൃത്തുക്കൾ, കാറ്റുകൊള്ളാനെത്തിയ കുടുംബങ്ങൾ, നരാധമനായ ഡയറിന്റെ വെടിയുണ്ടകൾ അവരെ എന്നേക്കുമായി വേർപിരിച്ചു. ഒടുവിൽ 400 പേരെന്ന സംഖ്യയിൽ ഒതുക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം. വൈശാലി ഉത്സവത്തിനിടെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ കണക്കിലെടുക്കാതെയാണ് ജനങ്ങൾ അവിടെ എത്തിയത്. 10,000 മൈതാനത്ത് തടിച്ചുകൂടിയതോടെ ശൂർഖ റെജിമെന്റുമായി എത്തിയ ബ്രിഗേഡിയർ ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിക്കോപ്പ് തീരുന്നതുവരെ സൈനികർ വെടിയുതിർത്തു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മൈതാനത്ത് പിടഞ്ഞു വീണു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാവം മാറ്റുന്ന ഒന്നായി തീർന്നു ആ കറുത്തയേട്. ഡയറിനെ പിന്നീട് ഉദ്യോഗത്തിൽ നിന്ന് നീക്കിയെങ്കിലും അക്കാലത്ത് പഞ്ചാബിലെ ലഫ് ഗവർണറായിരുന്ന മൈക്കൽ ഡുവേനെ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ഉദ്ധം സിംഗ് 21 വർഷത്തിന് ശേഷം വെടിവെച്ചു കൊന്നു. ധീരരക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും ഓർമ്മയ്ക്കായി അവിടെ സ്മാരകവും ഉയർന്നു. ഭാരതീയ മനസ്സിൽ തീർത്താൽ തീരാത്ത മുറിവുണ്ടാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ഖേദം പ്രകടിപ്പിച്ചത്. എന്നാൽ ആ മുറിവുണക്കാൻ അതൊന്നും പര്യാപ്തമാകില്ല. ഇനിയും പറയുക, ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രം മതിയോ? അവരുടെ പൂർവികർ ചെയ്ത ഈ ക്രൂരകൃത്യത്തിന് മാപ്പ് പറയേണ്ടത് അവരുടെ കടമയല്ലേ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.